ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം, വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, എത്രയോ കൊല്ലമായിട്ടും എത്ര കാലമായിട്ടും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അതിനെല്ലാം പരിഹരിക്കും എന്ന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ ഇറങ്ങുന്നത്. 11 ഡിസംബറാണ് ഇലക്ഷൻ്റെ രണ്ട് ഭാഗങ്ങൾ. അനന്തപുരിൻ്റെ ഇലക്ഷൻ 9 ഡിസംബർ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തൃശ്ശൂരിൻ്റെ നോർത്തിലെല്ലാം ഇലക്ഷൻ നടക്കുന്നത് 11 ഡിസംബർ. 13 ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നാണ് ഇന്ന് ഞാൻ ടി വിയിൽ കണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കാണുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. വികസനം, വികസിത കേരളം, വികസിത കോർപ്പറേഷൻ, വികസിത മുനിസിപ്പാലിറ്റി, വികസിത പഞ്ചായത്ത് ഇത് സൃഷ്ടിക്കാൻ ഒരു അവസരമാണ്. എത്രയോ കൊല്ലം മാറി മാറി ഭരിച്ച LDFും UDFും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അവർ മാറ്റം ആഗ്രഹിക്കുന്നു. BJP NDA ഇന്നലെ തിരുവനന്തപുരം അനന്തപുരിൻ്റെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചു, കാൻഡിഡേറ്റ്. ഇന്ന് മുതൽ അടുത്ത ഒരു 2-3 ദിവസം കാൻഡിഡേറ്റ് ലിസ്റ്റെല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം, വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, എത്രയോ കൊല്ലമായിട്ടും എത്ര കാലമായിട്ടും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അതിനെല്ലാം പരിഹരിക്കും എന്ന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ ഇറങ്ങുന്നത്. എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ, അഴിമതി രഹിത ഭരണം ഈ നാട്ടിൽ കൊണ്ടുവരണം. അത് BJP കൊണ്ടുവരും. അത് കോർപ്പറേഷനാണോ, മുനിസിപ്പാലിറ്റിയാണോ, ഗ്രാമപഞ്ചായത്താണോ, നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് എത്രയോ അഴിമതി, കൊള്ള നടക്കുന്ന ഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു അഴിമതി രഹിത ഭരണം കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതിൻ്റെ ഒപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, മാലിന്യം, സ്ട്രീറ്റ് ലൈറ്റ്, റോഡ്, ആരോഗ്യം, ഇതെല്ലാം കൃത്യമായി ജനങ്ങളെ ഇന്ന് വേദനിപ്പിക്കുന്ന ഇഷ്യൂസ്, പരിഹരിക്കാത്ത ഇഷ്യൂസ്, ഇതെല്ലാം പരിഹരിക്കാൻ BJP ആണ്, NDA ആണ് ഇതിൻ്റെ കഴിവുള്ളൊരു മുന്നണിയും പാർട്ടിയും, താല്പര്യമുള്ള ഒരു മുന്നണിയും പാർട്ടി എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തത്, ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് പ്രവർത്തകരാണ്. കാൻഡിഡേറ്റ്സുമാണ്, സ്ഥാനാർത്ഥിയുമാണ്, BJPയുടെ പ്രവർത്തകരുമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനസേവ ചെയ്യാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. 24 മണിക്കൂർ, ആഴ്ചയിൽ 7 ദിവസം, കൊല്ലത്തിൽ 365 ദിവസം ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് മുതൽ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുന്നു. കാൻഡിഡേറ്റ്സ് എല്ലാം ഇറങ്ങും. ജനങ്ങൾ ഒരു അനുഗ്രഹവും പിന്തുണയും ഞങ്ങൾ തേടുന്നു, അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് വാക്കുചൊല്ലുന്നു.